ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരാനിരിക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ വേറൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കാരണം UK ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. അപ്പൊ നമ്മള് ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോ എടുത്തൊന്ന് ഓടിച്ച് വായിക്കുന്ന സമയത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമുണ്ട്, റെഡ്യൂസ്ഡ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ്. അതിനെ ഒന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവർ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് ഉണ്ടെന്നൊക്കെ, അതിലേക്ക് വേണ്ടി ഇവിടെയുള്ള എംപ്ലോയീസിനെ തന്നെ അല്ലെങ്കിൽ ഇവിടെയുള്ള സിറ്റിസൺസിനെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ ഒരു പോളിസി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് എംപ്ലോയീസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ജോബ് വിസയിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് കുറയ്ക്കാൻ അവര് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം NHS വരുന്ന പോളിസി ചേഞ്ചുകളും നമുക്ക് കിട്ടുന്ന മീറ്റിങ്ങുകളും അതെല്ലാം വാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ നിലനിൽക്കുന്ന എംപ്ലോയീസിനെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള പോളിസീസ് എല്ലാം അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ കെയറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് മിഡ് വൈഫ് ട്രെയിനിങ് അല്ലെങ്കിൽ നേഴ്സ് ആവാനുള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ട് NHS പ്ലാൻ ചെയ്യുന്നുണ്ടെന്നല്ല, അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ 4 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിത്തം, 3 ദിവസം വർക്ക്, അങ്ങനെയൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നടത്തി അവിടെ ഉള്ള സ്റ്റാഫിനെ തന്നെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫർമേഷനിലേക്ക് ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നവരെല്ലാം ഒരു ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ, നഴ്സുമാര്, ഫാർമസിസ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. അതുപോലെ തന്നെ അത് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഈയിടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. അത് ഫാർമസിസ്റ്റിനെയാണ് അവര് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. ജനറൽ നമ്മുടെ നോർമൽ ക്വാളിഫിക്കേഷൻ ആണ് അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ജോബില് നമുക്ക് ട്രെയിനിങ്ങും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 ദിവസത്തെ ഷിഫ്റ്റ്, അതില് 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, 2 ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഇൻഫർമേഷനിലേക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. 14 വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി UK അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു പോളിസി മാറ്റവും എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഫുള്ളി അവെയർ ആയിരിക്കണം. ഇവിടെ എന്ത് നടക്കുന്നു, എന്ത് ചേഞ്ചസ് ആണ് നിയമങ്ങളിൽ വരുന്നത്, മീൻസ് നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളിലെങ്കിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. നിങ്ങളത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരാനിരിക്കുന്ന കുട്ടികൾ കുറച്ചുപേർ എന്നോട് ചോദിച്ചിരുന്നു, വരുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് വരണോ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു കോഴ്സ് ചെയ്യാനും ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാനും ഉള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും കിട്ടും. പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാനൊക്കെ. അതിൽ പലതും ഫ്രീ ആണ്, ചിലതൊക്കെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്ന കോഴ്സ്, ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഒരു ജോബിനൊക്കെ സെർച്ച് ചെയ്യുന്ന ടൈമില് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വല്ലാതെ ഗുണം ചെയ്യും. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാല്, ഇപ്പൊ നമ്മള് ഒരു അക്കൗണ്ടിങ് കോഴ്സ് ഇവിടെ വന്ന് പഠിക്കാൻ, അതാണ് നമ്മൾ ഇവിടെ വന്ന് പഠിക്കുന്നതെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ചെറിയൊരു ഷോപ്പിലാണെങ്കിലും മതി, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, അതിപ്പോ ഒരു സാലറി ഉള്ള ജോബ് ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 2-3 മാസമെങ്കിലും, നമുക്ക് ഇപ്പൊ നോർമലി പറയുവാണെങ്കിൽ നമുക്കൊരു ജോബിന്റെ സ്റ്റുഡന്റ് വിസയുടെ പ്രോസസിംഗ് ടൈമിന് ഒരു 3-4 മാസം എടുക്കുമല്ലോ. ആ ഒരു ടൈം നിങ്ങൾ അതിനൊരു ട്രെയിനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് പിന്നെ നിങ്ങൾ ഒരു ജോബിന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ കയ്യിൽ നാട്ടിൽ നിന്നുള്ളൊരു PG സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവിടത്തെ ഒരു PG സർട്ടിഫിക്കറ്റ് ഉണ്ട്.
ഇന്നേ വരെ ഞാൻ പോയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലും ആരും എന്നോട് ആ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ആ ജോബ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ ID ചെക്കും കാര്യങ്ങളും നടക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് എല്ലായിടത്തും ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിനേക്കാളും വില പല സമയത്തും നമുക്കുള്ള എക്സ്പീരിയൻസിന് ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ അതാണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒപ്പീനിയൻ. എനിക്കറിയില്ല, ചിലപ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും. ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റ് നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ലൊരു റെസ്യൂമെ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളത്. UK ഫോർമാറ്റിലുള്ള ഒരു റെസ്യൂമെ എഴുതി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റെഫറൻസ് കൊടുക്കുമ്പോൾ മാക്സിമം വർക്ക് ഇമെയിൽ IDകൾ റെഫറൻസിൽ വെക്കാനായിട്ട് നോക്കുക. കാരണം ഇവിടെ ഇപ്പോൾ NSS പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുക വർക്ക് മെയിൽ IDകളായിരിക്കും റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക റെസ്യൂമെ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഒരുപാട് റെസ്യൂമുകളൊന്നും നിങ്ങൾ പ്രിന്റ് എടുത്തുകൊണ്ടൊന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മിക്ക യൂണിവേഴ്സിറ്റികളിലും നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അതൊരു ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പ്രിന്റുകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ട് വരണ്ടായിരുന്നു. ഇപ്പൊ പ്രിന്റ് കൊണ്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല. മിക്കയിടത്തും നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇൻ കേസ് നിങ്ങൾ വല്ല ക്യാഷ് ഇൻ ഹാൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രിന്റഡ് റെസ്യൂമയുടെ ആവശ്യം വരുന്നത്. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ ഈ ക്യാഷ് ഇൻ ഹാൻഡ് ഒന്നും മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ട് ആരും ഇനി UK വരാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് നമുക്ക് കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ടാണ്. അടുത്ത പോയിന്റ് അക്കോമഡേഷൻ. നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അക്കോമഡേഷൻ കണ്ടുപിടിച്ച് വരാനായിട്ട് സാധിക്കും കേട്ടോ. അതിനിപ്പോ ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. സ്റ്റുഡൻസിന് തന്നെ സെപ്പറേറ്റ് ഇപ്പൊ ആംബർ സ്റ്റുഡന്റ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സൂപ്ല, റൈറ്റ് മൂവ്, സ്പെയർ റൂം, അതൊക്കെ നല്ല ആപ്ലിക്കേഷനുകളാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഇവിടെ വന്ന തുടക്കത്തിലുള്ള ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക നാട്ടിൽ നിന്ന് തന്നെ ഒരു അക്കോമഡേഷൻ നോക്കിയിട്ട് വരികയാണ്. പിന്നെ അക്കോമഡേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് അത് എടുക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഇവിടെയൊക്കെ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിട്ടൊന്ന് നോക്കിച്ചൊക്കെ എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഈ അക്കോമഡേഷന്റെ ഏരിയയിൽ. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നോക്കിയും കണ്ടുമൊക്കെ അക്കോമഡേഷൻ എടുക്കുക. ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടും. അക്കോമഡേഷൻ ഒക്കെ എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ച് ഫ്രോഡൊന്നും അല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടൊക്കെ എടുക്കുക. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട മെഡിസിനും കാര്യങ്ങളും ഒക്കെ കയ്യിൽ കരുതുക. ഒരു മാസത്തേക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ മീൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ രീതിക്ക് എടുത്തു വെച്ചേക്കുക. കാരണം ഇവിടെ വന്നിട്ട് ഒരു മാസം ടൈം നിങ്ങൾ മിനിമം കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ജോബ് കിട്ടി ഇവിടെ നിന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. കാരണം അത് അത്രയും എടുക്കും. പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കൊരു ജോബ് ഇന്റർവ്യൂവും അങ്ങനെ എല്ലാം വന്നു കഴിയുമ്പോൾ ഒരു മാസമെങ്കിലും നിങ്ങൾ മിനിമം കണക്ക് കൂട്ടണം. ഇവിടെ വന്നിട്ട് ചുമ്മാ ഇരിക്കേണ്ടി വരും എന്ന്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടെ വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നാട്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ BRP കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ BRP എപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും കളക്ട് ചെയ്യേണ്ടി വരുന്നത്. അതിനുള്ളൊരു ഗൈഡ് ലൈനും കാര്യങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ തന്നിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വിസ വന്നു കഴിയുമ്പോൾ വിസയുടെ കൂടെ വരുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എവിടെ നിന്നാണ് നിങ്ങൾ BRP കളക്ട് ചെയ്യേണ്ടതെന്ന്. എന്തായാലും സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയായിരിക്കും BRP കിട്ടുക. BRP കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NI രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഈസി പ്രോസസ്സാണ്. വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ NIക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. NI രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ റെഫറൻസ് നമ്പർ മതി. അങ്ങനെ ഇപ്പൊ NI നമ്പർ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും. ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്ക് എടുക്കും. അത്രയും കാലയളവിൽ നമുക്ക് ഈ റെഫറൻസ് നമ്പർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം GP രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിക്കപ്പോഴും യൂണിവേഴ്സിറ്റി ഒരുക്കി കൊടുക്കാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത GP ഏതാണോ അവിടെ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.
ഒരിക്കലും നിങ്ങൾ GP രജിസ്റ്റർ ചെയ്യാതിരിക്കരുത്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു അസുഖം വരിക എന്നൊന്നും അറിയത്തില്ല. ആ സമയത്ത് GP രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ടും വരുന്ന ആ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ GP രജിസ്റ്റർ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെന്റൽ രജിസ്ട്രേഷനും കൂടെ എടുക്കാം. പക്ഷെ അത് കുറച്ച് ലോങ് പ്രോസസ് ആണ്, പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇവിടെ ഏറ്റവും എക്സ്പെൻസ് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കണ്ണും പല്ലും. അതുകൊണ്ട് ഒരു ഡെന്റൽ രജിസ്ട്രേഷൻ എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. BRP കളക്ട് ചെയ്യാം, NA രജിസ്റ്റർ ചെയ്യാം, GP രജിസ്റ്റർ ചെയ്യാം. എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എക്സ്പെൻസസ്, ഒരു മന്ത്ലി എന്ത് എക്സ്പെൻസ് വരും എന്നൊന്ന് ഒരു എസ്റ്റിമേറ്റ് പറയാവോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ലണ്ടനിൽ ഏത് ഏരിയയിലാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ്പെൻസ്. അതിനനുസരിച്ച് അതിനൊരു ചേഞ്ച് വരും. ഇപ്പോ നിങ്ങളൊരു ഇന്നർ ലണ്ടനിലൊക്കെ ആണെങ്കിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. എന്നാൽ നിങ്ങൾ കുറച്ച് ഔട്ടർ ഏരിയയിലേക്ക് മാറിയിട്ടാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എക്സ്പെൻസിൽ കുറവ് വരും. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ ഒരു സ്റ്റുഡന്റ് അക്കോമഡേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, മീൻസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള കിച്ചൺ ഷെയർ ചെയ്യുന്ന ഒരു അക്കോമഡേഷനിലാണ് നമ്മളെങ്കിൽ അറൌണ്ട് ഒരു 350 to 450 ഇടയ്ക്ക് നമുക്ക് മന്ത്ലി റെന്റ് വരും. അതുപോലെ ഫുഡ് എക്സ്പെൻസസുകൾ നമുക്കൊരു 200 പൗണ്ടൊക്കെ ഈ ഒരു ഈറ്റ് ഔട്ടും എല്ലാം വന്നു കഴിയുമ്പോൾ ഒരു 200 പൗണ്ടൊക്കെ ഒരാൾക്ക് ഒരു എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല രീതിയിൽ മീൻസ് ഗ്രോസറി പർച്ചേസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഗ്രോസറി പർച്ചേസ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 200 പൗണ്ടെങ്കിലും വരുമായിരിക്കും തോന്നുന്നു ഒരാൾക്ക്. അപ്പോൾ ഒരു 350 to 450 നിങ്ങൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ഇടുക. പിന്നെ ഒരു 200 പൗണ്ടോളം നിങ്ങൾക്ക് ഫുഡിനുള്ള എക്സ്പെൻസുകൾ. പിന്നെ ഇപ്പൊ നിങ്ങളൊരു ഷെയർ അക്കോമഡേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ കുറവ് വരും കേട്ടോ. ഇത് ഞാനൊരു സാധാ സ്റ്റുഡന്റ് അക്കോമഡേഷനിൽ നിൽക്കുമ്പോൾ ഉള്ള എക്സ്പെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ എക്സ്പെൻസുകൾ ഓരോരുത്തർ സ്പെൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ, നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരു എക്സ്പെൻസ് നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസുകളായിരിക്കും. സാധാരണ നമുക്കൊരു 2 പൗണ്ടിന് ആണ് മിനിമം ഒരു വൺ സൈഡ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ ആണെങ്കിൽ വരിക കേട്ടോ. പിന്നെ നിങ്ങൾ സ്റ്റുഡന്റ് കാർഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് വരും. അതൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ എക്സ്പെൻസുകളെ കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ, ഇതാണ് മെയിനായിട്ടും ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന എക്സ്പെൻസ്. പിന്നെ ചോദിച്ച ഒരു കാര്യം പാർട്ട് ടൈം. നിങ്ങളൊരു സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കാരണം നമ്മുടെ സീസണൽ ജോബുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണത്. അപ്പം ഈ ആമസോൺ പോലുള്ള വെയർ ഹൗസുകളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിയ പ്രോസസ്സിംഗ് ടൈം ഒന്നും ഇല്ലാണ്ട് ജോലിക്ക് കയറാനായിട്ട് പറ്റും. എപ്പോഴും നല്ലത് നമ്മുടെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡ് തന്നെ ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അത് പ്രാക്ടിക്കൽ ആവാറില്ല. കാരണം അതത്ര എളുപ്പമല്ല നമ്മുടെ ഫീൽഡിൽ തന്നെ ഒരു പാർട്ട് ടൈം കിട്ടുക എന്നുള്ളത്. നമ്മുടെ ഫീൽഡിൽ പാർട്ട് ടൈം കിട്ടുന്നോടം വരെ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരാണ്. കാരണം ഇവിടുത്തെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഏൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നാട്ടിൽ നിന്ന് അതിനുള്ള എക്സ്പെൻസും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിങ്ങളത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നെന്ന് വരില്ല കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തുടക്കത്തിലൊക്കെ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചൂസ് ചെയ്തിട്ട് അതിൽ നിന്നുകൊണ്ട് അടുത്ത പാർട്ട് ടൈം, മീൻസ് നമ്മുടെ ഏരിയ ഏതാണോ ആ ഏരിയയിലേക്ക് നോക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ ആമസോൺ പോലെയുള്ള വെയർ ഹൗസുകളിൽ, ഞാൻ ആമസോണിലാണ് പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാലോ, ഒരു സ്റ്റുഡന്റിന് ഇവിടെ 20 മണിക്കൂറാണ് ആകെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ 20 മണിക്കൂർ ഷിഫ്റ്റ് ടൈം കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ആമസോൺ. 10 അവർ വെച്ച് 2 ദിവസം നമുക്ക് 20 മണിക്കൂർ നമുക്ക് ഷിഫ്റ്റ് കിട്ടും. പിന്നെ അതുപോലെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. പലയിടത്തും ഷിഫ്റ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വേറെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. ഞാൻ ആമസോണിൽ മാത്രമാണ് പാർട്ട് ടൈം ചെയ്തിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ആകെപ്പാടെ വർക്ക് ചെയ്തത് ആമസോണിലും NHSലുമാണ്. അല്ലാതെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ഇങ്ങനെ ഷോപ്പുകളിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ചില ദിവസങ്ങളിലൊന്നും ഷിഫ്റ്റ് കിട്ടാതെ വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ആമസോണിലൊക്കെ ഒരു പാർട്ട് ടൈം കിട്ടി കയറുന്നവര്
നമുക്ക് അവിടെ കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. മീൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് കിട്ടും, കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടും. അപ്പൊ ഇത് പിന്നീട് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് പുറത്ത് കടന്നാൽ മാത്രമാണ് നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എവിടെ കയറിയാലും, നിങ്ങൾ എവിടെ പാർട്ട് ടൈം കിട്ടിയെന്ന് പറഞ്ഞാലും അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഫീൽഡിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ അവിടെ തന്നെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അതാണ്. നമ്മളെ ഫസ്റ്റ് ചെന്ന് നിൽക്കുന്നിടത്ത് അവിടെ നിന്ന് പിന്നെ നമുക്കൊന്ന് അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടക്കാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പൊ ആ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത്. എപ്പോഴും നമ്മുടെ ഏരിയ ഏതാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധം നിങ്ങൾക്ക് വേണം. അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ജോബുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഡ്രീം ജോബുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ജോബ് ഡിസ്ക്രിപ്ഷനുകൾ എടുത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അവർ മെയിൻ ആയിട്ടും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് അവർ ചോദിക്കുന്നത്, എന്തൊക്കെ എക്സ്പീരിയൻസുകളാണ് ചോദിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ആ സ്കില്ലുകളും ആ ഒരു എക്സ്പീരിയൻസും ഡെവലപ്പ് ചെയ്യാനായിട്ട് മാക്സിമം നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇനി വരുന്നൊരു ടൈമിൽ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോ എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന എല്ലാവരും തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ജോബ് വിസ കിട്ടുക എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. വേറെ ഓപ്പർച്യൂണിറ്റികളൊന്നും ഇല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കേരള വിസയിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി ഇവിടെ നിൽക്കാം എന്നൊരു, അങ്ങനെ പല ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നമ്മുടെ ഒരു ഫീൽഡില് ആ ഒരു ജോബ് സ്പോൺസർഷിപ്പ് കിട്ടിയാലൊക്കെ മാത്രമാണ് നമുക്ക് നിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 20 മണിക്കൂറാണ് നമുക്കൊരാഴ്ച വർക്ക് ചെയ്യാൻ കിട്ടുന്ന ടൈം. അതിൽ കൂടുതൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പോകരുത്. വേറൊന്നും കൊണ്ടല്ല, ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ PSW എന്ന് പറഞ്ഞൊരു കടമ്പ അവിടെ കിടപ്പുണ്ട്. ഒരു 1-2 വർഷം മുന്നേ വരെ ഇതുപോലെ പാർട്ട് ടൈം ഒക്കെ 20 മണിക്കൂറിലൊക്കെ കൂടുതൽ ചെയ്യുന്നവരൊക്കെ ഈസിയായി PSW കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കഴിഞ്ഞ വർഷം തൊട്ട് ആ ഒരു ട്രെൻഡിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. PSWന്റെ സമയത്ത് പലരുടെയും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. 20 മണിക്കൂർ തന്നെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 20 മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള പലർക്കും PSW കിട്ടാതെ വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അത് ലൈഫിൽ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന ടൈം നമ്മുടെ പഠിത്തത്തിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പാർട്ട് ടൈം 20 മണിക്കൂർ മാത്രം ചെയ്യാൻ നിൽക്കുക. ക്യാഷ് ഇൻ ഹാൻഡുകൾ മാക്സിമം ഒഴിവാക്കുക. കാരണം പല റെയ്ഡുകളും നടന്ന കഥകളൊക്കെ ഈ കുറച്ച് മാസങ്ങളായിട്ട് കേൾക്കാറുണ്ട്. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കാൻ നിന്ന് ചിലപ്പോൾ നമ്മളൊരു 10 പൗണ്ടിനോ 20 പൗണ്ടിനോ വേണ്ടിയിട്ടായിരിക്കും ആ പോകുന്നത്. പക്ഷെ ആ 20 പൗണ്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയല്ലേ നല്ലത്. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ടോപ്പിക്ക് അസൈൻമെന്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സാമുകളേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടി വരിക അസൈൻമെന്റുകളായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ട് നിങ്ങൾക്ക് അതിനുള്ള കണക്ഷൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അസൈൻമെന്റുകൾ ചെയ്തു തരാൻ വേണ്ടി പല ഏജൻസീസും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ അസൈൻമെന്റുകൾ മാക്സിമം തന്നെത്താൻ തന്നെ ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈ കിട്ടി കഴിയുമ്പോൾ ഇത് നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ പലരുടെയും പ്രയത്നം വന്നിട്ടുണ്ടെന്നൊരു ഫീൽ നിങ്ങൾക്ക് വരത്തില്ലല്ലോ. എന്റേതെന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനേക്കാൾ എല്ലാം ഉപരി ഇതിന് വരുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. 100 തൊട്ട് 500 പൗണ്ട് വരെയൊക്കെ ഒരു അസൈൻമെന്റിന് ചാർജ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ അസൈൻമെന്റുകളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ ഒന്നും പുറത്തു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഇത്രയും ചാർജ് ആകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തിനാ ഒരു അഡീഷണൽ എക്സ്പെൻസും കൂടെ നമ്മൾ വരുത്തി വെക്കുന്നത്? നമ്മളിവിടെ വന്നേക്കുന്നത് എന്തിനാ? പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അസൈൻമെന്റുകൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടേത് മാത്രമാണ്. അതുകൊണ്ട് മാക്സിമം തന്നെത്താൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പലരും അസൈൻമെന്റ്സ് ഒക്കെ പുറത്തു കൊടുത്ത് ആ കിട്ടുന്ന അസൈൻമെന്റുകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പലരും ഫെയിൽ ആയ കഥകൾ കേട്ടിട്ടുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് അതാണ്. നമ്മൾ വന്നേക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നമ്മുടെ 100% എപ്പോഴും കൊടുക്കാൻ നോക്കുക. അസൈൻമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം തന്നെത്താൻ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ അസൈൻമെന്റുകൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സബ്ജക്ട് നോളജ് ഓട്ടോമാറ്റിക്കലി കൂടും.
പിന്നെ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്ന സമയത്താണ് ഈ അസൈൻമെന്റ് ചെയ്തതിന്റെ ഗുണം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ അസൈൻമെന്റ്സ് ഒക്കെ മാക്സിമം എല്ലാവരും തന്നെത്താൻ തന്നെ ചെയ്യാം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കൾച്ചറൽ ഷോക്കിനെ കുറിച്ചാണ്. നമ്മൾ ജനിച്ചു വളർന്ന ഒരു സാഹചര്യവും നമ്മൾ പരിചയപ്പെട്ട ഒരു കൾച്ചറോ അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. UK തന്നെ ഒരു കൾച്ചർ എന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് തരാൻ തോന്നുന്ന ഫസ്റ്റ് അഡ്വൈസ്, പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഞ്ച്വാലിറ്റി. 10 മണിയുടെ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു ജോബിന് 10 മണിക്ക് ഓടിക്കതച്ച് ചെല്ലുന്നത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് ഇവിടെ ആരും കണക്കാക്കുന്നില്ല. ഒരു 15 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ വരെ വന്നിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഫോളോ ചെയ്തു പോകുന്നത്. സോ പഞ്ച്വാലിറ്റി ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് വരണം. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എപ്പോഴും സീറോയിൽ നിന്ന് തുടങ്ങാൻ ഒരു മനസ്സും കൊണ്ട് ഇവിടെ വരുന്നവരാണ് കൂടുതലും രക്ഷപ്പെട്ടു പോകാൻ തോന്നുന്നു. ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഒരു സറൗണ്ടിങ്സിൽ ഇപ്പം നമ്മൾ നിലനിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ രാജാവായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളൊന്നും അല്ലാത്തൊരു ഫീല് എപ്പോഴും നമുക്ക് തോന്നും നമ്മളൊന്നും അല്ലാന്ന്. കാരണം നമ്മുടെ ചുറ്റുമുള്ളവരെ കണ്ടു കഴിയുമ്പോൾ നമ്മളെക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ നമ്മളെക്കാൾ എത്രയോ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് വരും. ആ റിയലൈസേഷൻ എപ്പോൾ ലൈഫിൽ വരുന്നോ അപ്പോഴാണ് ശരിക്കും നമ്മുടെ സക്സസിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ലേൺ ചെയ്യാൻ തയ്യാറാവുന്നത്, നമ്മൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വ്യത്യാസം വരുന്നത്, നമ്മുടെ ലൈഫിനോട് തന്നെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നത്. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളിവിടെ വന്ന് ഞാൻ ഉറപ്പ് പറയാട്ടെ, ഇതൊരിക്കലും ഒരു സ്വർഗരാജ്യമൊന്നും അല്ല. നിങ്ങളെ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വരാവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒരുപാട് വെല്ലുവിളികൾ നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നേരിടേണ്ടി വരും. ഈ രാവിലെ നമ്മുടെ നാട്ടില് ഒരു 7 മണി വരെ 8 മണി വരെയൊക്കെ പുതച്ചു മുടിക്കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങനെ ശീലിച്ച് നമ്മള് ഈ ഇങ്ങനെ കോച്ച് പിടിക്കുന്ന തണുപ്പത്ത് 5 മണിക്കൊക്കെ എണീറ്റ് ഷിഫ്റ്റിന് പോവാന്നൊക്കെ പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും എല്ലാം ഇവിടെ നേരിടേണ്ടി വരും. അതിനെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സോടെ വേണം നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വേണം നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയി UK വരാൻ. പക്ഷെ എന്തൊക്കെ പോസിറ്റീവുകളുണ്ട്, എന്തൊക്കെ നെഗറ്റീവുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങളുടെ കൈ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് തന്ന കുറച്ച് ലെസൺസ് ഉണ്ടാവും. ആ ലെസൺസിനായിരിക്കും. ഞാൻ 100% ഉറപ്പ് പറയാം, ആ ലെസൺസ് ഒരിക്കലും നിങ്ങൾക്ക് വെറുതെ ആവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതിനെല്ലാം ഒരു മാറ്റം വരുത്താനായിട്ട് ഈ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സോറി പറയാനും പ്ലീസ് പറയാനും എല്ലാം നമ്മൾ പഠിക്കും ഒരു UK എഡ്യൂക്കേഷൻ കൊണ്ട്. സോ നിങ്ങൾ ഇതിനൊക്കെ വില്ലിംഗ് ആയി പ്രിപ്പയർ ആയിട്ട് വേണം UK വരാൻ. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സോടെ വേണം UK ഇനി സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ വരാനായിട്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇനി സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരോട് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.